കോൺഗ്രസ് നേതാവ് KPCC വക്താവ് ശ്രീ രജിൻ എസ് ഉണ്ണിത്താനിലേക്കാണ്. രജിൻ, പല ന്യായീകരണങ്ങളും ഈ അറസ്റ്റിന് മുൻപ് PS പ്രശാന്ത് ഫേസ്ബുക്കിൽ കുറിക്കുന്നുണ്ട്. അത് പറയുന്നു തന്നെ ക്രൂശിക്കുകയാണ്. ഈ സർക്കാരിൻ്റെ രാഷ്ട്രീയ പകവീട്ടലാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള സമ്മർദ്ദമാണ്, SITക്ക് മേലുള്ള സമ്മർദ്ദമാണ് തൻ്റെ അറസ്റ്റെന്ന്. അങ്ങനെ കരുതേണ്ടതുണ്ടോ? നമുക്കറിയാം, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണ് ഈ SIT രൂപീകരിക്കുന്നത്. പിന്നീട് പല രാഷ്ട്രീയ സമ്മർദ്ദവും ഉണ്ടായതാണ്. അതിൻ്റെ ഭാഗമായി കുറ്റപത്രം പോലും സമർപ്പിക്കാൻ അന്നത്തെ SIT കഴിഞ്ഞിരുന്നില്ല. പിന്നീട് അന്ന് പിടിയിലായ രാഷ്ട്രീയ നേതാക്കൾക്കുൾപ്പെടെ അന്നത്തെ പ്രതിപ്പട്ടികയിൽ ഉണ്ടായിരുന്നവർക്കെല്ലാം സ്വാഭാവിക ജാമ്യം കിട്ടുന്ന സാഹചര്യം പോലും ഉണ്ടായി. ഇതൊക്കെ അറിവുള്ളത് കൊണ്ടായിരിക്കുമോ PS പ്രശാന്ത് ഈ സർക്കാരിൻ്റെ സമ്മർദ്ദമാണ് തനിക്കെതിരായ നീക്കത്തിന് പിന്നിലെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത്തരമൊരു ന്യായീകരണം മുൻകൂട്ടി തന്നെ ഉന്നയിക്കുന്നത്? നോക്കൂ, ഇതിനകത്ത് സർക്കാരിന്റെ സമ്മർദ്ദം എന്ന് പറയുന്നതിനകത്ത് എന്തർത്ഥമാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്നാണ് ആദ്യമായി ചോദിക്കാനുള്ളത്. കാരണം SITയുമായി ബന്ധപ്പെട്ട്, SIT അന്വേഷണവുമായി ബന്ധപ്പെട്ട് നേരത്തെ പ്രതിപക്ഷത്ത് ഇരുന്നപ്പോൾ ഞങ്ങളും പല ആശങ്കകളും പങ്കുവച്ചതാണ്. അന്ന് ഈ പറയുന്ന അന്നത്തെ ഭരണപക്ഷവും ഇതുമായി ബന്ധപ്പെട്ട ആളുകളും പറഞ്ഞത്, കോടതിയുമായി ബന്ധപ്പെട്ടാണ് SIT ടീമിനെ രൂപീകരിച്ചിട്ടുള്ളത്. SITയുടെ താഴെ തട്ട് മുതൽ മുകൾ തട്ട് വരെയുള്ള എല്ലാ ആളുകളെയും നിയമിച്ചത് കോടതിയാണ്. കോടതിയിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. ഇവരുമായി ബന്ധപ്പെട്ട് SITയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എല്ലാം, അതായത് അവർ അന്വേഷണ റിപ്പോർട്ടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം മുദ്ര വെച്ച കവറിൽ കോടതിയിൽ സമർപ്പിക്കുകയാണ്. അതിനകത്ത് സർക്കാരിന് യാതൊരു വിധത്തിലുള്ള പങ്കും ഇല്ല എന്ന് പറഞ്ഞു പോയവരുടെ ഭാഗമായിട്ട് നിന്നവർ, അല്ലെങ്കിൽ അവർ സംരക്ഷിച്ച ആളാണ് പ്രശാന്ത് എന്ന് പറയുന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. അദ്ദേഹമാണ് ഇന്ന് പറയുന്നത് ഇപ്പൊ വന്ന പുതിയ ഗവൺമെന്റ് അല്ലെങ്കിൽ രാഷ്ട്രീയ പകപോക്കൽ എന്ന് പറയും. എന്തർത്ഥമാണ് അതിനകത്തുള്ളത്? SITയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായിട്ടല്ലേ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്? പിന്നെ അദ്ദേഹം ഇത്രയും വലിയ പുണ്യാളനാകേണ്ട ശ്രമം നടത്തേണ്ട ആവശ്യകതയൊന്നുമില്ല. നമുക്കറിയാമല്ലോ, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പല ചർച്ചകളിലും നമ്മളെല്ലാം ഇരുന്നിട്ടുള്ളതാണല്ലോ. ശബരിമലയിൽ നടന്നത് അങ്ങേയറ്റം ഒരു കേരള ചരിത്രത്തിൽ പോലും, അത് ഇന്ത്യൻ ചരിത്രത്തിൽ പോലും ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത വലിയൊരു കൊള്ള നടന്നിരിക്കുകയാണ്. ആ കൊള്ളയുമായി ബന്ധപ്പെട്ട് 2009 UB ഗ്രൂപ്പ് ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സ്വർണം പതിക്കുന്നതുമായി വരുന്നു. അതുമായി ബന്ധപ്പെട്ട് 2019 അവിടെ വലിയൊരു കൊള്ള നടക്കുന്നു. ആ കൊള്ളയുടെ തനി ആവർത്തനം വീണ്ടും 2025 നടത്തുവാൻ വേണ്ടി ഇപ്പോ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുമായി അതുമായി ബന്ധപ്പെട്ട ആസൂത്രണം നടത്തുകയാണ്. അതെവിടെയാണ് പൊളിഞ്ഞത്? കോടതിയുടെ മേൽനോട്ടത്തിലുള്ള സ്പെഷ്യൽ കമ്മീഷണർ അവിടെ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ അത്രയും വലിയ കൊള്ള വീണ്ടും ആവർത്തിക്കപ്പെട്ടേനെ. അവിടെയാണ് അവരുടെ കൊള്ള നടക്കാൻ പറ്റാത്തതിന്റെ ഒരു കാര്യം നടപ്പിലാക്കുന്നത്. അതായത് കോടതിയുടെ സ്പെഷ്യൽ കമ്മീഷണർ അവിടെ ഇടപെടുകയാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്, ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവിടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിലെ അവിടെ അറ്റകുറ്റപ്പണികൾ നടക്കുമ്പോൾ അവിടെ വച്ച് മാത്രമേ നടത്താൻ പറ്റുകയുള്ളൂ എന്നുള്ള നിയമം കോടതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. അല്ലെങ്കിൽ അവിടെ എന്ത് കാര്യങ്ങൾ നടക്കുന്നെങ്കിലും സ്പെഷ്യൽ കമ്മീഷനെ അറിയിക്കണം എന്നുള്ള കാര്യം നിൽക്കുകയാണ്. അതിനെ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് പോവുകയാണ്. അങ്ങനെ കാറ്റിൽ പറത്തിക്കൊണ്ട് പോയതിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും വലിയ കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തുകയും ആ കൊള്ളയുടെ പിന്നാമ്പുറങ്ങൾ അന്വേഷിച്ചു പോകുമ്പോൾ ഇപ്പൊ പ്രശാന്തിൽ മാത്രമേ നിൽക്കുന്നില്ല, ദേവസ്വം മന്ത്രിയിലേക്കൊക്കെ അടുത്തുകൊണ്ടിരിക്കുക, ആ രീതിയിലേക്ക് പൊക്കോണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കേവലം ഉദ്യോഗസ്ഥരിൽ മാത്രമായിട്ട് ഇവർ ആരോപണങ്ങൾ അഴിച്ചുവിടുന്നുണ്ട്. പലപ്പോഴും പല രീതികളിലും ഇടതുപക്ഷ ആളുകളും CPMുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ കേവലം ഉദ്യോഗസ്ഥരുടെ മുകളിലേക്ക് മാത്രം, ഉദ്യോഗസ്ഥർ തെറ്റുകാരാണെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം, അതിനെ ഒരിക്കലും നമ്മൾ ന്യായീകരിക്കില്ല. പക്ഷെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ഞാനിപ്പോ ടോം കുര്യാക്കോസിന് അയച്ചു തന്നിട്ടുണ്ട്, ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടുള്ള നിർണായകപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അയച്ചു തന്നിട്ടുണ്ട്, ഒന്ന് പരിശോധിക്കുക. അതുമായി ബന്ധപ്പെട്ട് ഈ സ്മാർട്ട് ക്രിയേഷൻ എന്ന് പറയുന്ന കമ്പനി തിരുവല്ലയിൽ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ കൊടിമരവുമായി ബന്ധപ്പെട്ട് അവിടെ സ്വർണം വേർതിരിക്കുന്നതുമായി, കൊടിമരം തകർന്നു വീണപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിന്റെ സ്വർണം വേർതിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ കമ്പനിയെ സമീപിക്കുമ്പോൾ അവർ അന്ന് പറഞ്ഞത് എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് അങ്ങനെയുള്ള പണികൾ, അതായത് സ്വർണം വേർതിരിക്കുന്നതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അറ്റകുറ്റപ്പണികളോ ചെയ്യുവാൻ സാധിക്കുന്ന ഒരു സംവിധാനമല്ല ഞങ്ങളുടെ എന്ന് പറഞ്ഞ കമ്പനിയാണ് ഈ സ്മാർട്ട് ക്രിയേഷൻ എന്ന് പറയുന്ന കമ്പനി. ആ കമ്പനി ഇവിടെ കടന്നു വരുന്നത് എങ്ങനെയാണ്? ഈ 2019 അവിടെ സ്വർണം വേർതിരിച്ചതുമായി ബന്ധപ്പെട്ട് അത്രയും വലിയ കൊള്ള നടക്കുമ്പോൾ ആ കമ്പനി തന്നെ 40 വർഷം ഗ്യാരണ്ടി കൊടുക്കുന്ന ഈ ദ്വാരപാലക ശില്പങ്ങൾ ഉൾപ്പെടെയുള്ള 40 വർഷത്തെ ഗ്യാരണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. ആ ഗ്യാരണ്ടി നിലനിൽക്കുമ്പോൾ 2019 നിന്നും ഈ പറയുന്ന 6 വർഷമാകുമ്പോൾ 2025 ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മങ്ങിത്തുടങ്ങുന്നത്, ദ്വാരപാലക ശില്പങ്ങളായിക്കോട്ടെ, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആചാര രൂപങ്ങളൊക്കെ ആയിക്കോട്ടെ, എല്ലാം മങ്ങിത്തുടങ്ങുന്നത്, കട്ടളപ്പാളികളും കഥകും എല്ലാം മങ്ങിത്തുടങ്ങുന്നത്.
അപ്പോൾ തന്നെ അതിൽ അന്ന് കൊള്ള നടന്നിട്ടുണ്ട് എന്നുള്ളത് നിസ്സംശയം സത്യസന്ധമായ കാര്യമാണ്. അത് മറച്ചു വെക്കാൻ വേണ്ടി വീണ്ടും 2025 വെക്കുകയാണ്. ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം. ഈ പറയുന്ന ദേവസ്വം തിരുവാഭരണ കമ്മീഷനുമായി ബന്ധപ്പെട്ട് 3 റിപ്പോർട്ടുകൾ അവിടെ വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ടുകളിൽ ദേവസ്വം ബോർഡിൽ അദ്ദേഹം സമർപ്പിച്ചിരിക്കുന്ന 3 റിപ്പോർട്ടുകളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ പറയുന്ന സ്മാർട്ട് ക്രിയേഷനെ പറ്റി അവിടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതല്ല, അല്ലെങ്കിൽ സ്വർണം അതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നവരല്ല എന്നുള്ള രീതിയിലേക്ക് ആ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട്. അത് കാറ്റിപ്പുറത്തേക്കാണ് ഈ പറയുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ, ദേവസ്വം ബോർഡ് മെമ്പർമാർ, എന്നിട്ട് അവിടെ ലോ ഓഫീസറുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തതിനു ശേഷം മാത്രമേ അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ട് പോകാവൂ എന്നും ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. ലോ ഓഫീസറുമായി ബന്ധപ്പെട്ട്, ശബരിമലയുമായി ബന്ധപ്പെട്ട് ലോ ഓഫീസറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുമ്പോൾ ഉറപ്പായിട്ടും ആ ലോ ഓഫീസർ ഉറപ്പായിട്ടും പറയല്ലോ കോടതിയുടെ സ്പെഷ്യൽ കമ്മീഷണറുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യണം, അല്ലെങ്കിൽ അത് അദ്ദേഹം അറിഞ്ഞിട്ട് ചെയ്യാവൂ എന്നുള്ളത്. അപ്പോ അതെല്ലാം അവിടെ മറച്ചു വെച്ചിരിക്കുകയാണ്. യാതൊരു കാര്യങ്ങളും നടക്കാതെ യഥാർത്ഥത്തിൽ കൊള്ള, തീവട്ടിക്കൊള്ള, അമ്പലക്കൊള്ള എന്ന് പറയേണ്ടി വരും. അമ്പലക്കൊള്ള നടത്തിയ ആളുകളായിട്ട് കേരളത്തിലെ ഒരു സർക്കാർ സംവിധാനത്തിലുള്ള ദേവസ്വം ബോർഡ് പോലെയുള്ള സംവിധാനത്തിലും അതിന്റെ വകുപ്പ് തലത്തിലുള്ള അതിന് നേതൃത്വം വഹിക്കുന്നവരും ഈ പറയുന്ന മന്ത്രിമാർ ഉൾപ്പെടെ ചെയ്തതിന്റെ ഒരു കൂട്ടുത്തരവാദിത്തമാണ് അവിടെ നടന്നിരിക്കുന്നത്. കൊള്ളയിലെ കൂട്ടുത്തരവാദിത്തം. അതിൽ ഓരോരുത്തരും അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഇവയുമായി ബന്ധപ്പെട്ട് രജിൻ, ഇവിടെ PS പ്രശാന്തിന്റെ ഭാഗത്ത് എന്ത് വീഴ്ചയാണ് ഉണ്ടായത്? കാരണം PS പ്രശാന്ത് അത് കോടതിയുടെ അനുമതിയില്ലാതെ ദ്വാരപാലക ശില്പങ്ങൾ അത് കൊടുത്തുവിട്ടു, അതായത് ശബരിമലയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ കൂട്ടുനിന്നു എന്നതാണ് പ്രധാനമായും SITയുടെ കണ്ടെത്തൽ. പക്ഷേ ഇവിടെ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കി ബോധ്യമായ കാര്യമാണ് ശബരിമലയിൽ കൊള്ള നടന്നിട്ടുണ്ട് എന്ന്. പക്ഷെ ഇപ്പോഴും അന്വേഷണ സംഘത്തിന് അത് എത്രത്തോളം സ്വർണം നഷ്ടപ്പെട്ടുവെന്നോ, അതിൽ ആരാണ് പ്രധാന പങ്കുവഹിച്ചതെന്നോ, ആർക്കൊക്കെ ആ സ്വർണം കിട്ടിയിട്ടുണ്ടെന്നോ വ്യക്തമായിട്ടില്ല. PS പ്രശാന്തിന് നേരിട്ട് ഇതിൽ ബന്ധമുണ്ട് എന്ന് കോൺഗ്രസ് കരുതുന്നുണ്ടോ? ഉറപ്പായിട്ടും പ്രശാന്തിന് മാത്രമല്ല, മുൻ ദേവസ്വം ബോർഡ് ഇപ്പൊ ജയിലിൽ കിടന്നിട്ടുള്ള CPM നേതാക്കന്മാർ പത്മകുമാറിനും N വാസുവിനും ഉൾപ്പെടെയുള്ളവർ കൃത്യമായ പങ്ക് ബോധ്യപ്പെടുത്തേണ്ടി വരും. 90 ദിവസം ജയിലിൽ കിടന്നിട്ട് വീട്ടിൽ വന്നിരിക്കുക CPMന്റെ നേതാക്കന്മാരാ. അപ്പോ അതിന്റെ പിന്മുറക്കാരായി വന്ന പ്രശാന്തിന്റെ നേതൃത്വത്തിൽ അന്ന് നടന്ന കൊള്ളയുടെ സമാന്തരമായ കൊള്ള വീണ്ടും ആവർത്തിക്കുവാൻ വേണ്ടി 2025 വീണ്ടും ആവർത്തിക്കാൻ വേണ്ടി ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഇന്ന് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതല്ലേ ഞാൻ പറഞ്ഞത്. ആദ്യമായി താങ്കൾക്ക് ഞാൻ അയച്ചു തന്നിട്ടുണ്ട്. ദേവസ്വം ബോർഡ് തിരുവാഭരണ കമ്മീഷൻ ഉൾപ്പെടെയുള്ളവർ അതുമായി ബന്ധപ്പെട്ടുള്ള ഈ പറയുന്ന ഉദ്യോഗസ്ഥ തലത്തിലുള്ള മീറ്റിങ്ങുകളുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിന് കൊടുത്തിട്ടുള്ള സമർപ്പിച്ചിട്ടുള്ള ഉത്തരവുകൾ, ആ ഉത്തരവിനകത്ത് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു കാര്യങ്ങളും പാലിച്ചിട്ടില്ലെന്നേ. ആ ഒരു കാര്യങ്ങളും പാലിക്കാതെ, ലോ ഓഫീസറുമായി ചർച്ച ചെയ്യാതെ, ദേവസ്വം ഈ പറയുന്ന കോടതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെ, ആരും അറിയിക്കാതെ കട്ടളപ്പാളികളും ഈ പറയുന്ന ദ്വാരപാലക ശില്പങ്ങളും ഒക്കെയുള്ള അറ്റകുറ്റപ്പണികൾ നടത്തുവാനുള്ള തീരുമാനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയവരാണ്. അത് തടഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് തന്നെ ഈ പറയുന്ന കോടതിയുടെ മേൽനോട്ടത്തിലുള്ള സ്പെഷ്യൽ കമ്മീഷണർ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ വലിയ കൊള്ള വീണ്ടും ആവർത്തിച്ചേ. അങ്ങനെ ഇടപെട്ടതിന്റെ പേരിലാണ് അപ്പോൾ അവിടെ ഒരു വിലക്കുണ്ടായത്. അല്ലെങ്കിൽ ഇതിനും വലിയ കൊള്ള ആരംഭിച്ചേനെ. അപ്പോ അദ്ദേഹത്തിന് പങ്കുണ്ടെന്നേ. ഈ പറയുന്ന 2019 സമാന്തരമായി നടത്തുവാൻ വേണ്ടി, അല്ലെങ്കിൽ ആ കൊള്ള മറച്ചു വെക്കുവാൻ വേണ്ടി, വ്യക്തമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.